അങ്ങനെ ഞാൻ സിസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ സിസ്റ്റർ പറയും പാല് കൊടുക്ക്, പാല് കൊടുക്ക്, പാല് കൊടുക്കും. ഞാൻ പാല് കൊടുക്കുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് കിട്ടുന്നില്ല, പാലില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് എൻ്റെ മൂത്ത കുട്ടിയെ, ഇപ്പോൾ 2 മക്കളാണ് ഉള്ളത്. ഒരു മോളും ഒരു മോനും ഉണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത കുട്ടിയെ, എനിക്ക് മൂത്തതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ ഞാൻ പ്രസവിച്ചത് ഗവൺമെൻറ് ആശുപത്രിയിലാണ്. അവളെയും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയുടെ ഉണ്ട്, 5 മാസമുള്ളൊരു കുഞ്ഞുവാവ കൂടിയുണ്ട് എനിക്കിപ്പോൾ. നിലവിൽ 5 മാസമുള്ളൊരു കുഞ്ഞുവാവ കൂടിയുണ്ട്. അപ്പം 2 പേർക്കും എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം മൂത്ത കുട്ടി ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ ആലപ്പുഴ WNCയിലായിരുന്നു എൻ്റെ മൂത്ത കുട്ടിയെ ഞാൻ പ്രസവിച്ചത്. അപ്പം ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഒരു ആദ്യത്തെ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസവ വേദന ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, അതാണ് ഇതാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പക്ഷേ എനിക്ക് ഈ 36 വീക്കായപ്പോഴേക്കും എനിക്ക് ഫ്ലൂയിഡ് ലീക്കായിട്ട് എനിക്ക് ഡെലിവറി ആകുക ചെയ്തത്. അതായത് ഫ്ലൂയിഡ് ലീക്കായി പോയി. അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് എനിക്ക് ടാബ്ലറ്റ് തന്നിട്ടാണ് എന്ത് ചെയ്തത്, ഡെലിവറി ആക്കിയെടുത്തത്. കയ്യിലേക്ക് എൻ്റെ കുഞ്ഞിനെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ നെഞ്ചിൽ വെച്ച് തന്നു. അപ്പം തന്നെ അവർ എടുത്തുകൊണ്ട് പോയി. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഈ കുഞ്ഞിന് തരുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ കാണുവാണ്. അപ്പോൾ ഒരു നേഴ്സല്ല, ഒരു ക്ലീനിങ് സ്റ്റാഫ് കൊണ്ടുവന്നിട്ട് എൻ്റെ കൈ കൊണ്ട് തരാണ്, താ നിൻ്റെ കുഞ്ഞെന്നും പറഞ്ഞിട്ട് കൊണ്ടു തരുവാണ്. ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, അതെനിക്ക് മാത്രമല്ല ഒരമ്മയ്ക്കും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആണ്. നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ ആദ്യത്തെ കൺമണിയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറയുമ്പം ആ ഒരു മൊമെൻ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഇനി കുഞ്ഞിന് പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം അവർ പറഞ്ഞു തന്നു, ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കിടന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ വെച്ചിട്ട് പാല് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഓർമ്മ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ട്, അവൾ വിശപ്പ് കെടുന്നുണ്ട് എന്നൊക്കെയാണ് എൻ്റെ ഓർമ്മ. എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതുപോലെ ആരും വന്ന് നോക്കുന്നൊന്നുമില്ല, കുഞ്ഞിന് വിശപ്പ് കെട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവസ്ഥ, അങ്ങനെ. ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാമല്ലോ, അതിനൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ അധികമായിട്ട് വന്ന് ശ്രദ്ധിക്കുകയൊന്നുമില്ല. അങ്ങനെ ഇവൾക്ക് ഞാനിങ്ങനെ പാല് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാത്രിയെന്നില്ല പകലെന്നില്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുഞ്ഞിന് എന്താ പ്രോബ്ലം, എന്തിനാ ഇവൾ ഇത്രയും കരയുന്നത്. ഞാൻ നോക്കുമ്പോൾ ആ വാർഡിലേക്ക് തന്നെ മാറ്റിയായിരുന്നു. അപ്പോൾ വാർഡിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം വാർഡിൽ നോക്കുമ്പം എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ നല്ല കാമാണ്, ഉറങ്ങുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഈ കരച്ചിലാണ്. അങ്ങനെ ഞാൻ സിസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ സിസ്റ്റർ പറയും പാല് കൊടുക്ക്, പാല് കൊടുക്ക്, പാല് കൊടുക്കും. ഞാൻ പാല് കൊടുക്കുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് കിട്ടുന്നില്ല, പാലില്ല. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, അത് കുഞ്ഞിന് വയറ് നിറയുന്നുണ്ട്. പിന്നീട് ഒരു 2 ദിവസം, രണ്ടാമത്തെ ദിവസം ആവാൻ പോകുന്നു, പാതിരാത്രി. ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കുഞ്ഞ് കരഞ്ഞ് ആകെ വീക്കായിട്ട് കുഞ്ഞിൻ്റെ ബോഡിയിൽ യെല്ലോ കളർ വരാൻ തുടങ്ങി. അതായത് ബിലിറുബിൻ്റെ ലെവൽ കൂടി കുഞ്ഞിൻ്റെ കളർ യെല്ലോ ആവാൻ തുടങ്ങി. കുഞ്ഞ് ഭയങ്കരമായിട്ട് വീക്കാവാൻ തുടങ്ങി. കരച്ചിലില്ല, ചുമ്മാ എന്താ പറയുക, ഒരു റെസ്പോൺസ് ഇല്ലാത്ത രീതിയിൽ കുഞ്ഞ് കിടക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി, ഇതെന്താണ് സംഭവം. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, കുഞ്ഞിന് പാല് കിട്ടുന്നില്ല, കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല, കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല്, ഒരു തുള്ളി പാല് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ രാത്രി തന്നെ നഴ്സിൻ്റെ അടുത്ത് പോയി, മാം ഇതിങ്ങനെ കുഞ്ഞ് ഇപ്പോൾ കരച്ചിലില്ല, പിന്നെ എന്താ പറയുക, കുഞ്ഞിൻ്റെ ബോഡി ഫുള്ള് യെല്ലോ ആയിട്ട് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, കുഞ്ഞിന് പാല് കൊടുത്തായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ പാല് കൊടുത്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ICUലേക്ക് മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കുഞ്ഞിനെ. ഇവർ ഫോമുല മിൽക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കുഞ്ഞിന് അത്യാവശ്യമായിട്ട് നിനക്ക് പാലുണ്ടോ എന്നുള്ള ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴേക്കും പാലില്ല, ഒട്ടും എന്ന് പറഞ്ഞാൽ പാലില്ല. അങ്ങനെ വന്നപ്പം അവർ പറഞ്ഞു ഓക്കെ. അങ്ങനെ പാലില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ കൊണ്ടുവന്ന്
മെഡിസിൻ തന്നു, പാലുണ്ടാവാനുള്ള മെഡിസിൻ തന്നു. ആ മെഡിസിൻ കഴിച്ചിട്ടും എനിക്ക് പാല് പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോഴും ഫോർമുല മിൽക്ക് അവർ കൊടുക്കുന്നുണ്ട്. പിന്നീട് വേറെ ഒരു ലാക്ടെയർ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അത് കുടിച്ചിട്ടും എനിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ നടന്നില്ല. അപ്പം ഇതെന്താണ് കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഓക്കെ എന്നൊരു കാര്യം ചെയ്യും, നമ്മൾ ഫോർമുല മിൽക്കിലേക്ക് പോവാം, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് നോക്കൂ, ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നമ്മൾ ഫീഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇത് നോക്കുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ മിൽക്ക് ഉണ്ടാവുന്നില്ല. കുട്ടിക്ക് വിശപ്പുണ്ട്, വിശപ്പിനനുസരിച്ച് ഫോർമുല കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് ഡോക്ടേഴ്സോ ആരും വന്നിട്ട് കൂടുതലായിട്ട് സംസാരിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതായത് നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യും, അവർ കുറച്ച് ടാബ്ലറ്റ് വന്നിട്ട് പോയി, അത്രേ ഉള്ളൂ. എൻ്റെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, എനിക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ, പിന്നെ ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പം എനിക്ക് ഈ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കിപ്പം ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാവരും ഇങ്ങനെ തന്നെ ഒരു ഡിപ്രഷൻ മൂഡ്, ഒരു വല്ലാത്ത വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകും. എല്ലാവരിലും ഒരേപോലെ എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ചിലവർക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നു. വളരെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അത് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും, അത് കൺസീവ് ചെയ്ത ആ ഒരു സമയം തൊട്ട് ഡെലിവറി സമയം വരെ ആണെങ്കിലും ഞാൻ സ്ട്രെസ്സായിരുന്നു. ആഫ്റ്റർ ഡെലിവറിയും എനിക്ക് സ്ട്രെസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്, PCODയുടെ പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ കൂടെ മെൻ്റൽ പ്രഷർ, വളരെ എന്താണ് പറയുക, നല്ല രീതിയിലുള്ള മെൻ്റൽ പ്രഷറും എനിക്ക് ഞാൻ നിന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്നെ നല്ലപോലെ അഫക്റ്റ് ചെയ്തിരുന്നു. ഞാനും മോളും ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും അമ്മൂമ്മമാരും എല്ലാവരും പറയുന്നുണ്ട്, നീ മുരിങ്ങയില കഴിക്കൂ, നീ ചെറുപയർ കഴിക്കൂ, നീ പാല് കുടിക്കൂ, നീ വെള്ളം കുടിക്കൂ, നീ എല്ലാം ചെയ്യൂ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, ഞാൻ സ്ട്രെസ്സാണോ, എനിക്ക് സ്ട്രെസ് ഉണ്ടോ, ഞാൻ ഹാപ്പിയാണോ എന്നുള്ളത് ഒരാളും ചോദിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞത് എന്താണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പാലുണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മൾ ചെറുപയർ കഴിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മുരിങ്ങയിലിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, മുരിങ്ങയില കഴിച്ചുകൊണ്ടോ, ചെറുപയർ കഴിച്ചുകൊണ്ടോ, പ്ലെൻറ്റി ഓഫ് വാട്ടർ കുടിച്ചത് കൊണ്ടോ ഒരിക്കലും ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാതിരിക്കുന്ന ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവണം. ഈ സ്ട്രെസ്സും മിൽക്ക് പ്രൊഡക്ഷനും തമ്മിൽ വളരെ റിലേഷനുണ്ട്. അപ്പം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ലെവൽ കുറയുകയും അതിൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വൈഫ് ഒരു അമ്മയാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വൈഫിനെ നല്ല ഹാപ്പിയാക്കി വെക്കുക, വളരെ സന്തോഷമാക്കി വെക്കുക. നിങ്ങൾ കണ്ടീഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, എന്തും ആയിക്കോട്ടെ, എന്ത് കണ്ടീഷൻ ആയാലും നിങ്ങളുടെ ഭാര്യയെ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ ചിലപ്പം ചില സ്ത്രീകളിൽ ഉണ്ടാവുള്ളൂ, ചില സ്ത്രീകളിൽ ഉണ്ടാകാം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് ഹോർമോണൽ ഇഷ്യൂസും പ്ലസ് സ്ട്രെസ്സും കൂടി ആയപ്പോഴേക്കും കംപ്ലീറ്റായി അത് പ്രൊഡക്ഷനേ ഉണ്ടായിരുന്നില്ല. അപ്പം പല വഴി ട്രൈ ചെയ്തിട്ടും ഒന്നും സംഭവിക്കുകയും ചെയ്തില്ല. പക്ഷേ ഹാപ്പിയാക്കി വെക്കാനായിട്ട് ഒരാളും ശ്രമിച്ചതുമില്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞത്, അവൾ മനഃപൂർവ്വം കൊടുക്കാത്തതാണ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാത്ത മനഃപൂർവ്വമാണ്, അവളുടെ സൗന്ദര്യം നശിച്ചു പോവും, അതുകൊണ്ടിട്ട് അവൾ കൊടുക്കുന്നില്ല. അത് ഇപ്പം നമ്മൾ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചുറ്റിനും നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ പറയും, അവളുടെ സൗന്ദര്യം നശിച്ചു പോകുന്നതുകൊണ്ടിട്ട് അവൾ മനഃപൂർവ്വം പാല് കൊടുക്കാത്തതാണ്, അവൾക്ക് പാലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെയും സ്ട്രെസ്സ്, വേറെയും പ്രഷർ, അങ്ങനെ തന്ന് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാൻ പോവുക ചെയ്തത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും എനിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായില്ല. ഇത് സെയിം ഒരു ഇത് തന്നെയായിരുന്നു
രണ്ടാമത്തെ കുഞ്ഞിന് കൺസീവ് ആയ സമയം മുതൽ ഭയങ്കര സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. അതും ഇപ്പം ആദ്യത്തെ കുഞ്ഞിൻ്റെ വേറൊരു രീതിയിലുള്ള സ്ട്രെസ് കണ്ടീഷനിലാണ് ഞാൻ കുഞ്ഞിനെ കൺസീവ് ചെയ്തതും. അതുപോലെ കുഞ്ഞിൻ്റെ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരുന്നെങ്കിൽ കൂടിയും ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മോൻ്റെ വേറൊരു രീതിയിലുള്ള സ്ട്രെസ്സായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുക. നിങ്ങൾ നിൽക്കുന്ന, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കാം നിൽക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറുക. അതുമല്ല, നിങ്ങൾക്ക് എവിടെ നിന്നാലാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തീരുമാനിച്ചിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും ഇത് ബാധിക്കും. അമ്മയുടെ ഹാപ്പിനെസ്, അമ്മയുടെ മൂഡ് എങ്ങനെയാണ് അതേപോലെ ആയിരിക്കും കുഞ്ഞും ആ വയറ്റിൽ കിടന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയെ സാഡാക്കാനോ അല്ലെങ്കിൽ അവളെ ഒരുപാട് ടെൻഷനാക്കാനോ ഒന്നും നിൽക്കാതെ അവളെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കണ്ടീഷൻ, ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവളെ നിർത്താനും അവളെ പരിചരിക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഹാപ്പി കാമായിട്ടുള്ള ആൻസൈറ്റി ഇല്ലാത്ത ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ മാറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇപ്പം കൺസീവ് ആയിരിക്കുന്ന പ്രഗ്നൻ്റ് ലേഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ഹാപ്പി എൻവയോൺമെൻറ്റിലേക്ക് മാറുക. നിങ്ങൾ സ്വയമായിട്ട് മാറുക. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും എന്നുള്ള ഒരു ഇത് നിങ്ങൾ കൊടുക്കുക. കുഞ്ഞുമായിട്ടുള്ള പിന്നെ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ എന്തും നിന്നെ പറഞ്ഞോട്ടെ, നിങ്ങളത് കാര്യമാക്കാതെ നിങ്ങളുടെ കുഞ്ഞാണ്, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എത്ര എമൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പാല് നിങ്ങളിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ഓക്കെ. അതാണ് ആദ്യമേ ചെയ്യേണ്ട കാര്യം. ഓക്കെ. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നല്ല പോലെ വെള്ളം കുടിക്കുക. പ്ലെൻറ്റി ഓഫ് വാട്ടർ കുടിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ചെറുപയർ നല്ലതാണ്. പിന്നെ അതുപോലെ മുരിങ്ങയില, ഉലുവ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ സക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് അവൻ വലിച്ചെടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഇത് മിൽക്ക് പ്രൊഡക്ഷൻ ഒട്ടും ഇല്ലാത്ത ആളുകളിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലവർക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെയുള്ള കേസുണ്ട്. എന്നെപ്പോലുള്ള കേസുകാർക്ക് എന്ത് ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഹോർമോണൽ ഇഷ്യൂസും അതുപോലെ തന്നെ വളരെ സ്ട്രെസ്സായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൊണ്ടുവന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കുഞ്ഞിന് എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം സ്വയം മനസ്സിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പാല് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സാഡായിട്ടിരിക്കേണ്ട. നിങ്ങൾ ഇപ്പോഴും ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് മാറുക. നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുക ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ മാറി മൈൻഡൊക്കെ റിലാക്സ് ആക്കി കാമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി ജേർണി കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷമുള്ള സമയവും ഡെലിവറിക്ക് ശേഷമുള്ള സമയവും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് കുഞ്ഞുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും അതിനെ കളിപ്പിക്കാനും അതിനെ വളർത്താനും ഒക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി.
പിന്നെ അതുപോലെ എൻ്റെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് മാറാനുള്ള സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു എനിക്ക് എൻ്റെ മനസ്സിലെന്നും എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ഏറ്റവും വലിയൊരു പെയിൻ എന്ന് പറയുന്നത് എൻ്റെ 2 മക്കളെ എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വേദന തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും നമുക്ക് സഹിക്കാം. ഈ പ്രസവ വേദനയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു വേദനയൊന്നുമല്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന തന്നെയാണ്. നമ്മൾ കരയും ആ സമയത്ത്, ഓക്കെ. പക്ഷേ എന്നാൽ കൂടി നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ആ വേദന മറക്കും. പക്ഷേ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മരണം വരെ ഉണ്ടാവുന്ന ഒരു പെയിനാണ്. എൻ്റെ കുഞ്ഞ് പക്ഷെ ചില അമ്മമാർ മനഃപൂർവ്വം കൊടുക്കാത്തവരുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിട്ടും കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാരുണ്ട്. അവരെ എനിക്കൊന്നും ഇതില്ല. അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ് കുഞ്ഞിന് ഏത് പാല് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അവരോട് ഞാൻ പറയുകയാണ്, ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിന് കിട്ടുന്ന, അതായത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി, പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള, അതായത് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് തന്നെ വേണം. ഫോർമുല കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാർ അത് ഉണ്ടാവാനായിട്ടുള്ള വഴികൾ നോക്കുക. ഏറ്റവും മെയിനായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാനും അതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മെയിനായിട്ട് മുരിങ്ങയില കഴിക്കാനും ചെറുപയർ കഴിക്കാനും വെള്ളം കുടിക്കാനും പോവാണ്ട് ഫസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങൾ ഹാപ്പിയാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു, ഒരു മോട്ടിവേഷൻ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസ് ഇത്രയും നേരം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.